Life is a winding road, no telling where it goes. Driving through days and nights, won't stop for traffic lights. And I really wanna know if I'll ever figure out where the road. Hi friends, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു കല്യാണത്തിന് പോകണം കേട്ടോ. ഉച്ചയ്ക്ക് ഞങ്ങൾക്കൊരു കല്യാണം ക്ഷണമുണ്ട്. സാധാരണ ഇവിടെ രാത്രിയിലാണ് യു.പിയിലൊക്കെ കല്യാണങ്ങളൊക്കെ കൂടുതലും, പക്ഷേ ഇതിന്ന് ഉച്ചയ്ക്കാണ്. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിനായിട്ട് ഇറങ്ങണം. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റുഡൻറ്റിൻ്റെയാണ്. റിസപ്ഷൻ ഉണ്ട്, കല്യാണമുണ്ട്. രണ്ടും ആങ്ങളയുടെ റിസപ്ഷൻ, പെങ്ങളുടെ കല്യാണം, രണ്ടുപേരും ഞങ്ങളുടെ സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പോൾ കല്യാണത്തിനായിട്ട് ഞങ്ങൾ ഇറങ്ങാണ്. ഞങ്ങൾ പോകുന്നതിനും പിന്നെ ഇവിടുന്ന് കുറച്ച് ടീച്ചേഴ്സുണ്ട്. അപ്പോൾ ഉള്ളവർ എല്ലാവരും ഇല്ല കേട്ടോ, കുറച്ച് പേരൊക്കെ ക്ഷണമുള്ളൂ. അപ്പോൾ ഉള്ളവരൊക്കെ കൂടെ അങ്ങനെ ഒരുമിച്ച് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ കല്യാണത്തിനൊക്കെ പോയിട്ട് പിന്നെ ചെറിയ ഷോപ്പിങ്ങിനും കൂടെ പോകണം. ഇന്ന് കല്യാണം ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ ഷോപ്പിങ്ങിനൊന്നും ഞങ്ങൾ പോയില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ആ വഴി തന്നെ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങളിത് ഇറങ്ങാണ്. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഞങ്ങൾ ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കുന്നൊരു സമയമുള്ളൂ. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ റൂമിനകത്ത് തന്നെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അഞ്ജുവിനെ കൂട്ടിയും പിന്നെ ഞങ്ങൾ രണ്ടുപേരുമായിട്ടും അങ്ങനെ മാറ്റി മറിച്ചും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിന് ശേഷമാണ് കല്യാണത്തിനൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. നമ്മുടെ വിപിൻ സാറും ഏതൻ കുട്ടനും കൊച്ചവടിക്ക് പോണേ. കല്യാണത്തിന് പോകണോ? കല്യാണത്തിന് പോകണോ? ആ പോവാട്ടെ, നമുക്ക് ഒരുമിച്ച് പോവാം. ദേ ഒരു വണ്ടി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഒരു വണ്ടിക്കാരിതാ പോയി കഴിഞ്ഞു. Even if the sky is falling down, even if the sky is falling down. പിന്നെ നമ്മുടെ സൗമ്യ ടീച്ചർ ഇതേ കല്യാണത്തിന് റെഡിയായി ഇതേ ഇറങ്ങണം. ഇനി ബാക്കിയുള്ള ടീച്ചർമാർ എത്തിയിട്ടില്ലല്ലോ. നല്ല സൂപ്പർ വെയിലാട്ടോ. എന്തായാലും കല്യാണത്തിന് ഉച്ച സമയത്ത് ഇറങ്ങിയതുകൊണ്ട് നല്ല പ്രകാശവും നല്ല വെട്ടവും വെളിച്ചമൊക്കെ കാണാം. സാധാരണ രാത്രിയിലാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ യു.പിയിൽ കല്യാണം ഉണ്ടെങ്കിൽ ഞങ്ങൾ രാത്രിയിലാണ് പോകാറ്. പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ കയറണം. ഇവിടെ നിന്ന് വേണം നമ്മുടെ ചെറിയ ഷോപ്പിംഗ് ചെയ്യാനൊക്കെ ആയിട്ട്. അഞ്ജുവിനും അഞ്ജുവിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അഞ്ജു ഇന്ന് കൂട്ടത്തിലുണ്ടല്ലോ, അപ്പോൾ അഞ്ജുവിനെയും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പകൽ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല റഷും ഉണ്ട് വഴിയിൽ. സൺഡേയും കൂടെ അതിൻ്റെ ആ ഒരു തിരക്കും. ഞങ്ങൾക്കിന്ന് കല്യാണമുള്ളത് ഒരു ഹോട്ടലിൽ വെച്ചാണ്. അപ്പോൾ നമ്മളിത് ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തി വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളിത് ആ റോഡ് ക്രോസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങ് ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ, അവിടേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടേക്ക് എത്തിയപ്പോഴേക്കും തന്നെ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ പപ്പയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരൊക്കെ കൂട്ടി ഇതാ ഒരു വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്റ്റുഡൻറ്റിൻ്റെ പപ്പയൊക്കെ കൂട്ടി നിർത്തി ഞങ്ങളങ്ങനെ ഫോട്ടോ എടുത്തതാണ്, ഫോട്ടോയും വീഡിയോയും ഒക്കെ. അങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് നടന്നു പോകുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന വേറെ ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് വീണ്ടും എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാമെന്നും പറഞ്ഞ് ഇങ്ങനത്തെയൊക്കെ സമയത്താണ് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ കാര്യമായിട്ട് എടുക്കുന്നത്, ഇങ്ങനെ വല്ല ഫംഗ്ഷനൊക്കെ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോ വീഡിയോ ഒക്കെ കുറച്ചെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും മണവാളൻ എത്തിയിട്ടുണ്ട്. പക്ഷെ മണവാട്ടി പാർലറിൽ നിന്ന് എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് മണവാട്ടീനെ കാണാൻ പറ്റിയില്ല. പിന്നെ അത്രയും സമയം നമുക്കവിടെ വെയിറ്റ് ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോകണം. മണവാളൻ വന്ന് വണ്ടിയിൽ നിന്നൊക്കെ വന്ന് ഇറങ്ങുന്ന ആ ഒരു ഭാഗം ഞങ്ങൾ കണ്ടു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ റിസപ്ഷൻ വെച്ചിരിക്കുന്നവരെ കാണാൻ പറ്റി കേട്ടോ, അവരുടെ മണവാളിനെയും മണവാട്ടിനെയൊക്കെ കാണാൻ പറ്റി. പക്ഷേ കല്യാണ ചെറുക്കനെ കണ്ടു, പക്ഷേ പെണ്ണിനെ നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഇനി ഉള്ളിലേക്ക് കിടക്കണം. നമുക്ക് ഉള്ളിലേക്ക് ചെല്ലാൻ പറഞ്ഞ് വിളി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് പോകണം.
ഇവരുടെയൊക്കെ കല്യാണം എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങളെല്ലാവരും ഒരു ഏരിയയിലും ആണുങ്ങളൊക്കെ വേറെ ഏരിയയിലുമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഉള്ളിലേക്കൊക്കെ ചെന്ന് അപ്പോൾ നമുക്ക് പരിചയമുള്ളവരൊക്കെ കണ്ട് കുറച്ച് നേരം സംസാരിച്ച് അതിന് ശേഷം നമ്മളോട് പറഞ്ഞ സീറ്റിലൊക്കെ ഇതാ നമ്മൾ ചെന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വെൽക്കം ഒക്കെ ചെയ്തു കേട്ടോ അവർ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിൽ ചെന്നിരുന്ന് കുറച്ച് നേരമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞപ്പോഴേക്കും നമുക്ക് സ്റ്റാർട്ടറൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ച് ഇത്തിരി നേരം കൂടെയൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നപ്പോഴേക്കും ഞങ്ങളുടെ കുറച്ച് സ്റ്റുഡൻസ് വന്നു ഫോട്ടോ ഒക്കെ എടുക്കാമെന്നും പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഇതാ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് മൂന്നാമത് നിൽക്കുന്നത് നമ്മുടെ കല്യാണം കഴിഞ്ഞ മണവാളനാണ്, അവരുടെ ഇന്ന് റിസപ്ഷനാണ്. അപ്പോൾ അവരുടെ മണവാട്ടി അവിടെ മണ്ഡപത്തിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പോയി അവരെയൊക്കെ ഒരുമിച്ച് നിർത്തി ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണം. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് മണവാളൻ ഞങ്ങളുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അങ്ങനെ ഒരുമിച്ചൊരു ഫോട്ടോ എടുത്തതാണ്. ദാ ഇവിടെ ഇരിക്കുന്നുണ്ട് മണവാട്ടി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നീട് വരുന്നുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട്. കാരണം ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും ഞങ്ങൾ ഫുഡിന് വിളിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതാ ഫുഡിന് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐറ്റംസൊക്കെ ഇതാ നമ്മുടെ ടേബിളും അങ്ങനെ നിരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലതരം ഐറ്റംസ് ഉണ്ടായിരുന്നു, വെറൈറ്റി ഐറ്റംസ്. ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാ ഫുഡും നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴേക്കും ഇവർ സാറുമാരുടെയും ഫുഡൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം പോയി മണവാളിൻ്റെയും മണവാട്ടിയുടെയൊക്കെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്ത് ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്നും പറഞ്ഞ് അങ്ങനെ അവരോടൊക്കെ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഇന്ന് കല്യാണം ഉണ്ടായിരുന്ന മണവാട്ടീനെ നമുക്ക് കാണാൻ പറ്റിയില്ല, കാരണം അവരെത്തിയിട്ടില്ല. ബാക്കി 3 പേര് നമ്മൾ കണ്ടു. അവരുടെ ആയാലും മണവാളിനെ ശരിക്കും അടുത്തൊന്നും കണ്ട് നമുക്ക് വിഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതാ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഷോപ്പിലേക്കൊക്കെ ഒന്ന് പോകണം. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവരെല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ ഒരുമിച്ച് അങ്ങനെ ഞങ്ങൾ നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തതാട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഡയറക്റ്റ് ഷോപ്പിങ്ങിന് പോകാമെന്നൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ആ പ്ലാനെല്ലാം പൊളിഞ്ഞു. കാരണം ചേട്ടന് കുറച്ച് എമർജൻസി വർക്ക് വന്നു. അപ്പോൾ അതുകൊണ്ട് ചേട്ടന് വീട്ടിലേക്ക് വരണം, ഷോപ്പിങ്ങിന് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് പിന്നെ വേറൊരു ദിവസമാണ് അഞ്ജുനെയും കൂട്ടി ഷോപ്പിങ്ങിനായിട്ട് വരുന്നത്. നമ്മളിപ്പോൾ ഈ ഷോപ്പിലേക്ക് വന്നിരിക്കുന്നത് എനിക്കൊരു ഫേസ് ട്രാക്കിംഗ് ട്രൈപോഡ് വാങ്ങിക്കാനാണ്. അപ്പോൾ അതായത് നമുക്ക് വീട്ടിലിപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു തരാനിപ്പോൾ ആരുമില്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ്റെ സമയത്തൊക്കെ ചിലപ്പോൾ വീട്ടിൽ ചേട്ടനുണ്ടാവില്ല, ചിലപ്പോൾ അഞ്ചും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് തന്നെ ഷൂട്ട് ചെയ്യേണ്ട പല സന്ദർഭങ്ങൾ വരും. ആ സമയത്ത് നമുക്ക് ഫേസ് ട്രാക്കിംഗ് ട്രൈപോഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഫേസ് ട്രാക്കിംഗ് ട്രൈപോഡും അങ്ങനെ മൂവ് ചെയ്തോളും. അപ്പോൾ അതുമ്പോൾ നമ്മുടെ മൊബൈൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇതിനകത്ത് റെക്കോർഡായി കിട്ടും നമുക്ക്. അപ്പോൾ അങ്ങനൊരു ഓപ്ഷൻ അറിഞ്ഞപ്പോൾ അതെന്തായാലും വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ അത് വാങ്ങിക്കാനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതിൻ്റെ യൂസ് ചെയ്യുന്ന മെത്തേഡ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നപ്പോൾ അതിനുശേഷം അവരിനി അത് നമുക്ക് ഡെമോ കാണിച്ചു തരാം, എങ്ങനെയാണ് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എനിക്കിത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു, വളരെ നല്ല എക്സ്പീരിയൻസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഇതാ നിങ്ങൾക്ക് ഇവിടെ വീഡിയോയിൽ കാണാമല്ലോ, എൻ്റെ ഫേസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ട്രൈപോഡും അതേപോലെ തന്നെ എങ്ങോട്ടേക്കാണ് എൻ്റെ ഫേസ് മൂവ് ചെയ്യുന്നത് അതിനനുസരിച്ച് ട്രൈപോഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് റെക്കോർഡിങ്ങിൻ്റെയൊക്കെ സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ വീട്ടിലിപ്പോൾ ആളില്ലെങ്കിലും നമുക്ക് ഇത് വെച്ച് സുഖമായിട്ട് വീഡിയോ എടുക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ അഞ്ജുനെയും കൊണ്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണം. അപ്പോൾ അവിടെ നിന്ന് അഞ്ജുനും കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ട്, എനിക്ക് കിച്ചൺ ഐറ്റംസ്, നമ്മുടെ ഗ്രോസറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളിതാ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതാ സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ആദ്യം തന്നെ അഞ്ജുന് വാങ്ങിക്കേണ്ട ഐറ്റംസ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഞ്ജുൻ്റെ ഷോപ്പിംഗ് തീർത്തിട്ട് നമുക്ക് ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങിക്കാമെന്നും പറഞ്ഞ് അപ്പോൾ അങ്ങനെ അഞ്ജു എടുക്കുന്നുണ്ട് അഞ്ജുന് വേണ്ടതെല്ലാം. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാനും കിച്ചണിലേക്ക് വേണ്ട ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രീൻ ടീ കണ്ടു. അപ്പോൾ അതെന്തായാലും ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അമ്മ
25 ചെറിയ പാക്കറ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കിച്ചൺ ഐറ്റംസ്, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഐറ്റംസ്, ബ്രഷ്, പേസ്റ്റ്, അതുപോലെ തന്നെ കിച്ചൺ ഐറ്റംസ്, നമ്മുടെ പ്ലേറ്റ്സൊക്കെ വാഷ് ചെയ്യാനുള്ള ഡിഷ് വാഷ് ലിക്വിഡ്, അതുപോലെ കടല, പയറ്, പരിപ്പ് അങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാം എല്ലാ ആഴ്ചയിലും ഞങ്ങൾ വാങ്ങിക്കാറുണ്ട്. നമ്മളത് ഒത്തിരി വാങ്ങി നമുക്ക് സ്റ്റോർ ചെയ്യുന്നതിൽ നല്ലത് ഒരാഴ്ചത്തേക്ക് നമുക്ക് അതാത് സമയത്ത് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ട് ഇരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ അതൊക്കെ വാങ്ങി കുറച്ചൊക്കെ. അപ്പോഴേക്കും അവിടെ സ്റ്റീൽ പ്ലേറ്റ്സിൻ്റെയൊക്കെ അടുത്ത് കുറച്ച് ഓഫറുകളൊക്കെ നടക്കുന്നുണ്ട്. അതായത് എനിക്ക് ചെറിയ ബൗൾ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, കൊച്ചു ബൗളുകൾ. അപ്പോൾ അത് ഇവിടെ ഒരു ബൗൾ എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ. ഒരു ബൗളിൻ്റെ റേറ്റ് വരുന്നത് 110 രൂപ. അപ്പം അങ്ങനെ ഞാൻ 2 ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഐറ്റം വാങ്ങിക്കാനായിട്ട് നീങ്ങാം. ഇനി അടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിലേക്ക് വേണ്ട പാല്, തൈര്, അതുപോലെ പനീർ, അങ്ങനത്തെ ഒക്കെ ഐറ്റംസ്, ചീസ്, ബട്ടർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് വരണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ അപൂർവമായിട്ടാണ് ഞങ്ങൾക്കിവിടെ കേരള പൊറോട്ട, മലബാർ പൊറോട്ട എന്നും പറഞ്ഞ് കിട്ടാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. 1-2 പാക്കറ്റ് അതും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മുടെ ആവശ്യം ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ബിൽ പേയ്മെൻറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയെങ്കിലും 5 പറഞ്ഞു ഒന്ന് മാർക്കറ്റ് 99 കയറണം, നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോകാമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുകളിലത്തെ ഫ്ലോറിലാണ് മാർക്കറ്റ് 99. ഞങ്ങളിതാ അവിടേക്ക് എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു നല്ല രസമായിട്ട് ചോക്ലേറ്റ്, ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാനായിട്ട്. ജസ്റ്റ് ഞങ്ങളിങ്ങനെ കണ്ടിട്ട് മാർക്കറ്റ് 99 എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് അഞ്ജുവിന് ചായ കുടിക്കാനുള്ള കപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ വേറൊരു കപ്പ് വാങ്ങിക്കണം എന്നും പറഞ്ഞാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാനും പറഞ്ഞു ഒന്ന് എൻ്റെയും കപ്പിനൊരു ചേഞ്ച് ആവാം എന്നും പറഞ്ഞ് ഞാനും നോക്കുന്നുണ്ട്. ചേട്ടന് ചേഞ്ച് ചെയ്യേണ്ട, ചേട്ടന് സെയിം തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അഞ്ചും ചേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടി വേറെ ഓരോന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ ഡിസൈനുള്ള കപ്പുകളുണ്ട്, വെറൈറ്റീസ് ഓഫ് കപ്പുകൾ. അപ്പോൾ നമുക്ക് ചില്ല് കപ്പ് എടുക്കണമെങ്കിൽ അങ്ങനെയാവാം. ഗ്ലാസ് ഉണ്ട്, പിന്നെ ഉള്ളിൽ സ്റ്റീൽ കോട്ടിങ് ഉള്ളതുണ്ട്, അങ്ങനെ പല മോഡലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഫൈനലി അഞ്ചിനുള്ള ഒരു കപ്പ് സെലക്ട് ചെയ്തു. ഞാനും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്, ഒരു വൈറ്റ് കപ്പ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറിയൊരു ഗോൾഡൻ ഔട്ട്ലൈനൊക്കെ കൊടുത്ത് അങ്ങനെയുള്ളൊരു കപ്പ്, എനിക്കതാണ് കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ പ്ലാസ്റ്റിക് ബോക്സുകൾ ഇങ്ങനെ കണ്ടു. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാനായാലും അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പ്ലാസ്റ്റിക് ബോക്സ് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അതും ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഇത്തിരിയൊക്കെ ഷോപ്പിങ്ങൊക്കെ ചെയ്ത് ഞങ്ങളിതേ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഒരുവിധം നല്ല രാത്രിയായിരുന്നു. അപ്പോൾ എന്തായാലും അഞ്ചും കൂടെ ഉണ്ട്, ഇനി വീട്ടിൽ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കാൻ നിൽക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമുക്കെന്നാൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്നുള്ളൊരു പ്ലാൻ പെട്ടെന്ന് അവിടെ നിന്നപ്പോൾ തന്നെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് തന്നെ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടു. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് ഇനി ഹോട്ടലിലേക്ക് കേട്ടോ. അപ്പോൾ ഒരു ഹോട്ടലിലേക്ക് കയറി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ കാലത്തൊക്കെയാണ് ഞങ്ങളിങ്ങനെ വരാറ്. അപ്പോൾ അങ്ങനെ അന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിലേക്ക് ചെന്നു. അപ്പോൾ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ടർ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം, നമ്മുടെ ചിക്കൻ ലോലിപോപ്പ്. അപ്പോൾ അത് സ്റ്റാർട്ടറായിട്ട് പറഞ്ഞ് അത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ടറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മെയിൻ ഫുഡും എത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഇനി ഒത്തിരി ലേറ്റ് ആവും വീട്ടിലേക്ക് എത്താനായിട്ട്. അപ്പോൾ വേഗത്തിൽ തന്നെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പുറപ്പെടുകയാണ്.
അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ പുതിയ പുതിയ വീഡിയോസൊക്കെ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.